നമ്മൾ നിൽക്കുന്നത് സമർഗൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഈ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഒത്തിരി വർഷം ഓൾഡസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ കൂടെ ഇന്ന് ഹിബയുണ്ട്. ഹിബോട് ചോദിക്കാം എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാം. ഹിബ നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടില് പാലക്കാട് പട്ടാമ്പിയാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഏത് ഇയറാ പഠിക്കുന്നത്? ഞാനിവിടെ ഫസ്റ്റ് ഇയർ ആണല്ലേ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എത്ര ഇന്ത്യൻസ് ഉണ്ട് എന്ന് പറയും. ഇവിടെ ഇന്ത്യൻസ് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ്. പക്ഷെ ഇപ്പൊ ഈ വർഷം തൊട്ട് മലയാളീസും ഒരുപാടുണ്ട്. നമ്മുടെ ഹോസ്റ്റലൊക്കെ ഞാനുള്ളത് നോർത്ത് ഇന്ത്യൻ ഹോസ്റ്റലാണ്. ഇന്ത്യൻസ് ഇവിടെ ഏകദേശം 1000-1500ഓളം 1000 എന്ന രീതിയിൽ മലയാളീസ് ആയിട്ട് ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയാണ് ക്ലാസ് ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ക്ലാസ് ടൈംസ് ഓരോ ദിവസം ഓരോ പോലെയാണ്. രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് മാക്സിമം ടൈം ഉണ്ടാവുള്ളൂ. നമുക്ക് ഓരോ ദിവസം ഓരോ ഷിഫ്റ്റ് ആയിട്ടാണ്. ചില ദിവസം നമുക്ക് മോർണിംഗ് ടു ലഞ്ച് ബ്രേക്ക് വരെ ആയിരിക്കും. ചില ദിവസം ഉച്ചയ്ക്ക് മുതൽ ഈവനിങ് വരെ. ഓരോ ദിവസം ഓരോ പോലെ. ഓക്കെ ഓക്കെ. പിന്നെ ഹോസ്റ്റലിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇൻസൈഡ് ക്യാമ്പസ് ആണോ? ഹോസ്റ്റലൊക്കെ എങ്ങനെയാണ്? ഹോസ്റ്റൽ നമുക്ക് സെപ്പറേറ്റ് ആണ്. ഇവിടുന്ന് ഒരു 1 to 1.5 കിലോമീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത്. ഓരോ ഹോസ്റ്റലും ഓരോ ഡിസ്റ്റൻസിലാണുള്ളത്. യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ബസ് ഉണ്ട്. ഇവിടെ എപ്പോഴും ബസ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ബൈ വാക്കും വരാം. പിന്നെ ഇവിടെ ക്യാബ്സും അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഹോസ്റ്റൽ. ഇതാണ് സമർഗൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ. അവിടെ ആയിട്ടാണ് വരുന്നത്. നമ്മളിപ്പോ നിൽക്കുന്ന ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യൻ കിച്ചൺ. അപ്പൊ അവർക്ക് അത്രയും വലിയൊരു ലോങ് ഡിസ്റ്റൻസ് അല്ല. ഇന്ത്യൻ ഫുഡൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറാണ്. ഇന്ത്യൻ കിച്ചൺ ആണിത്. ഇവിടെ അടുത്തായിട്ട് തന്നെ എല്ലാ ഷോപ്സും കാര്യങ്ങളും അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആണ്. ഇതുവരെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് അക്കാദമിക് എങ്ങനെയാണ്? ക്ലാസ് ഒക്കെ എടുക്കുന്നത് ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ എങ്ങനെയാണ്? ഇവിടെ അക്കാഡമിക്സിന്റെ കാര്യത്തിൽ നല്ലതാണ്. കാരണം നമുക്ക് ഇവിടെ ഒരുപാട് ഇന്ത്യൻ ടീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഫാക്കൽറ്റി ഇപ്പൊ എല്ലാ ഫാക്കൽറ്റിയിലും മെയിൻ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള അനാട്ടമി ആയാലും എല്ലായിടത്തും ഇന്ത്യൻ ടീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ക്ലാസ്സും കാര്യങ്ങൾ ഇവിടെ മലയാളി ടീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മലയാളി ടീച്ചേഴ്സ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ലതാണ് അല്ലേ. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇനി വരുന്ന കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇൻഫർമേഷൻ എന്ന രീതിയിലൊക്കെ വരുന്ന കുട്ടികളോട് പറയാനുള്ളത് ഇവിടെ ഓക്കെയാണ്. ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. നമുക്ക് പഠിക്കാൻ അക്കാഡമിക്കലി ബെറ്റർ ആയിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഉസ്ബെക്കിസ്ഥാനിൽ റൈറ്റ് നൗ സമർക്കന്താണ് ഏറ്റവും ബെറ്റർ. അക്കാഡമിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ടെൻഷനും ഇല്ല. നമുക്ക് നാട്ടിലുള്ള എങ്ങനെയാണോ അത് അധികം സ്ട്രിക്റ്റ് ആണ് ഇവിടെ. അത് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ടതില്ല. അപ്പൊ എനിവേ താങ്ക് യു ഹിബ. താങ്ക് യു.